നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ലെൻസ്ഫെഡ് മുൻ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റുമായിരുന്ന TCV ദിനേശ് കുമാർ അനുസ്മരണം സംഘടിപ്പിച്ചു. ലെൻസ്ഫെഡ് ആലപ്പുഴ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. അവശ്യ സാധനങ്ങളുടെ വിലവർദ്ധനവ് നിയന്ത്രിക്കുവാൻ സർക്കാർ വിപണിയിൽ ഇടപെട്ടില്ലെങ്കിൽ ഹോട്ടൽ വിഭവങ്ങളുടെ വില വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ പുതിയ ബ്ലഡ് സെന്ററിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. HSLM MLA ബ്ലഡ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സമിതിയെ നിയോഗിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങളുമായി ജോയിന്റ് കൗൺസിലിന്റെയും LSG എംപ്ലോയീസ് ഫെഡറേഷൻ കേരള ടൗൺ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഹരിദാസ് റവങ്കര ധർണയുടെ ഉദ്ഘാടനം നടത്തി. വാർത്തകൾ വിശദമായി. ലെൻസ്ഫെഡ് മുൻ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റുമായിരുന്ന TCV ദിനേശ് കുമാർ അനുസ്മരണം സംഘടിപ്പിച്ചു. ലെൻസ്ഫെഡ് ആലപ്പുഴ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ലെൻസ്ഫെഡ് മുൻ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റുമായിരുന്ന TCV ദിനേശ് കുമാർ അനുസ്മരണം സംഘടിപ്പിച്ചു. ലെൻസ്ഫെഡ് ആലപ്പുഴ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആലപ്പുഴ നഗരസഭാ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ നസീർ പുന്നക്കൽ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ലെൻസ്ഫെഡ് ആലപ്പുഴ ഏരിയ പ്രസിഡന്റ് സവിൻ ചന്ദ്ര അനുസ്മരണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ലെൻസ്ഫെഡ് മുൻ സംസ്ഥാന ട്രഷറർ R ജയകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഏരിയ സെക്രട്ടറി മാത്യു തോമസ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജഫീൽ ജമാൽ, അനിൽകുമാർ, ശിവദാസ് എന്നിവർ സംസാരിച്ചു. അവശ്യ സാധനങ്ങളുടെ വിലവർദ്ധനവ് നിയന്ത്രിക്കുവാൻ സർക്കാർ വിപണിയിൽ ഇടപെട്ടില്ലെങ്കിൽ ഹോട്ടൽ വിഭവങ്ങളുടെ വില വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിലവർദ്ധനവടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ നഗരസഭ ശതാബ്ദി മന്ദിരത്തിന് മുന്നിലായിരുന്നു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. അവശ്യ സാധനങ്ങളുടെ വിലവർദ്ധനവ് നിയന്ത്രിക്കുവാൻ സർക്കാർ വിപണിയിൽ ഇടപെട്ടില്ലെങ്കിൽ ഹോട്ടൽ വിഭവങ്ങളുടെ വില വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ അറിയിച്ചു. വിലവർദ്ധനവടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു. വെളിച്ചെണ്ണ, തേങ്ങ, ബിരിയാണി അരി, പച്ചക്കറി മുതലായ അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം തടയാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കുക, PCB നിബന്ധനകൾ ലഘൂകരിക്കുക, PCBയുടെ പേരിലുള്ള പീഡനം അവസാനിപ്പിക്കുക, ഉറവിട മാലിന്യ സംസ്കരണത്തിന് പൊതു സംവിധാനം ഏർപ്പെടുത്തുക, അനധികൃത കച്ചവട സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ആലപ്പുഴ നഗരസഭാ ശതാബ്ദി മന്ദിരത്തിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി റോയി മഡോണ ഉദ്ഘാടനം ചെയ്തു. നിത്യോപയോഗ സാധനങ്ങളുടെ വില അമിതമായി കുതിച്ചു കയറുമ്പോൾ ഒരു ഹോട്ടൽ വ്യവസായി തന്റെ കുടുംബം വിറ്റ് അല്ലെങ്കിൽ അവനുണ്ടായിരുന്ന ജീവിത മാർഗങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഒരു ഹോട്ടൽ വ്യവസായം തുടങ്ങി അത് മുന്നോട്ട് പോകുമ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ അതിന്റെ കുടുംബം പോലും വിറ്റ് ആ ബാധ്യത തീർക്കേണ്ട അവസ്ഥയിലേക്ക് ഇന്ന് എത്തിക്കഴിഞ്ഞിരിക്കുക. ഇതിന് പരിഹാരമുണ്ടാകുക ഈ വ്യവസായത്തെ നിലനിർത്തിക്കൊണ്ടുപോകാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇതിനെ നിലനിർത്തുവാനുള്ള മുൻകൈയെടുക്കുക എന്ന ആവശ്യമായിട്ടാണ് ഞങ്ങളിവിടെ ഈ പ്രതിഷേധ ധർണ ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്. അസോസിയേഷൻ ആലപ്പുഴ മേഖലാ പ്രസിഡന്റ് മുഹമ്മദ് കോയ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി നാസർ ബി താജ്, പ്രസിഡന്റ് മനാഫ് കുബാബ എന്നിവർ സംസാരിച്ചു. രാജേഷ്, ഇക്ബാൽ, മുബാറക്, സുഹൈൽ, ഇസ്മായിൽ, കബീർ, സഞ്ജയ്, നസീർ എന്നിവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. അസോസിയേഷൻ ആലപ്പുഴ നോർത്ത് യൂണിറ്റ് പ്രസിഡന്റ് സുവി സൂര്യ ധർണയ്ക്ക് സ്വാഗതം പറഞ്ഞു. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ പുതിയ ബ്ലഡ് സെന്ററിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. HSLM MLA ബ്ലഡ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ പുതിയ ബ്ലഡ് സെന്ററിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. HSLM MLA ബ്ലഡ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പൂർത്തിയാക്കി തരികയും ചെയ്തു. അവിടെ നമ്മളത് ഉദ്ഘാടനം ചെയ്ത് അകത്ത് കയറിയപ്പോൾ നമുക്ക് അതിന്റെ സൗകര്യം പൊതുവെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ ആശുപത്രിയിൽ ബ്ലഡ് ബാങ്ക്, ബ്ലഡ് സെന്റർ എന്നാണ് നിങ്ങൾ ഇവിടെ പേര് അതിനകത്ത് ഇത്തിരി വ്യത്യാസപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. അതിന്റെ കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു സെപ്പറേഷൻ ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന സൗകര്യം കൂടി ഉള്ളിടത്തായിരിക്കും അങ്ങനെ പറയുക, അല്ലേ? അങ്ങനെയാണ് പറയുക. ബ്ലീഡിങ്ങിൽ മാത്രമല്ല ബ്ലഡ് എടുത്ത് അത് RBCയും പ്ലാസ്മയും
പ്ലേറ്റ്ലെറ്റും എല്ലാം വേർതിരിച്ച് പല കമ്പോണൻ്റായിട്ട് വേർതിരിച്ചിട്ട് അത് രോഗികൾക്ക് ആവശ്യമായി നൽകാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു വളരെ വിപുലമായൊരു സംവിധാനമാണ്. അതിൻ്റെ ചുമതല ഡോക്ടറോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരേ സമയം 300 ബ്ലഡ് പാക്കറ്റ് നമുക്കവിടെ അവിടെ സെപ്പറേറ്റ് ചെയ്ത് സൂക്ഷിക്കാനുള്ള സൗകര്യമുണ്ട്. അത്രയും മെഷീൻസ് അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ പ്ലാസ്മ സൂക്ഷിക്കുന്നതിൽ പറഞ്ഞത് 10 വർഷം വരെ കേടുകൂടാതെ 10 വർഷം വരെ അത് വേർതിരിച്ച് സൂക്ഷിക്കാൻ കഴിയുന്ന അത്രയും കപ്പാസിറ്റിയുള്ള അൾട്രാ സ്റ്റോറേജ് അല്ലേ അതിൻ്റെ പേര് ആ മെഷീൻ്റെ ആണോ? അദ്ദേഹം ഇല്ലല്ലേ പോയി അത് തന്നെയാണ്. അപ്പോൾ ആ സൗകര്യമുള്ള ഒരു എക്യുപ്മെന്റ്സ് വരെ അവിടെയുണ്ട്. കുറഞ്ഞ ചെലവിൽ സാധാരണക്കാർക്ക് ചികിത്സ ലഭ്യമാക്കുന്നതിന് ആധുനിക സൗകര്യങ്ങളോടെയാണ് സെന്റർ ഒരുക്കിയിട്ടുള്ളത്. 300 ബ്ലഡ് പാക്കറ്റ് വരെ ഒരേ സമയം സൂക്ഷിക്കുവാനും പ്ലാസ്മ വേർതിരിച്ച് 10 വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കുവാനും സാധിക്കും. പൊതുമരാമത്ത് വകുപ്പ് 65 ലക്ഷത്തോളം രൂപ മുടക്കിയാണ് കെട്ടിടം നിർമ്മിച്ചത്. നഗരസഭയുടെ ഫണ്ടും ഇതിനായി ചെലവഴിച്ചിട്ടുണ്ടെന്ന് MLA പറഞ്ഞു. രക്തത്തിലെ ഘടകങ്ങൾ വേർതിരിച്ച് രോഗികൾക്ക് ആവശ്യമായ RBC, പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ് എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനവും 18 വയസ്സിന് മുകളിലുള്ളവർക്ക് രക്തം ദാനം ചെയ്യുവാനുള്ള സൗകര്യവും ബ്ലഡ് ബാങ്ക് ലിങ്കേജ് സംവിധാനവും സെന്ററിൽ ഒരുക്കിയിട്ടുണ്ട്. 70 ലക്ഷം രൂപയിലധികം വില വരുന്ന റെഫ്രിജറേറ്റർ, സെന്റർഫ്യൂജ്, -40 ഡിഗ്രി സെന്റിഗ്രേഡിൽ താഴെ രക്തം സൂക്ഷിക്കാനാകുന്ന വെർട്ടിക്കൽ പ്ലാസ്മ ഫീറ്റർ തുടങ്ങി അത്യാധുനിക സംവിധാനമടക്കം സെന്ററിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ആലപ്പുഴ ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂളിന് സമീപമാണ് സെന്റർ പ്രവർത്തിക്കുക. സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയിൽ നിന്നാണ് സെന്ററിലേക്ക് ആവശ്യമായ യന്ത്രോപകരണങ്ങൾ ലഭ്യമാക്കിയത്. 2 കോടിയിൽ പരം രൂപയാണ് ആകെ ചെലവ്. ഉദ്ഘാടന സമ്മേളനത്തിൽ നഗരസഭാ അധ്യക്ഷ KK ജയമ്മ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ AS കവിത, നസീർ പുന്നക്കൽ, കൗൺസിലർമാരായ PS ഫൈസൽ, B നസീർ, ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ R സന്ധ്യ, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ K വേണുഗോപാൽ, ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷമീർ, ഗ്യാസ്ട്രോ എൻട്രോളജി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഉണ്ണി, നഴ്സിംഗ് സൂപ്രണ്ട് P റസി, ലേ സെക്രട്ടറി M ലക്ഷ്മി, സ്റ്റോർ സൂപ്രണ്ട് RS ബിജു, മുൻ കൗൺസിലർ MV ഹൽത്താഫ്, HMC അംഗങ്ങൾ, നഴ്സുമാർ, മറ്റുദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സമിതിയെ നിയോഗിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങളുമായി ജോയിന്റ് കൗൺസിലിന്റെയും LSG എംപ്ലോയീസ് ഫെഡറേഷൻ ആലപ്പുഴ ടൗൺ മേഖലാ കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഹരിദാസ് ഇളവങ്കര ധർണയുടെ ഉദ്ഘാടനം നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജോയിന്റ് കൗൺസിൽ ആൻഡ് കേരള LSG എംപ്ലോയീസ് ഫെഡറേഷൻ ആലപ്പുഴ ടൗൺ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. തദ്ദേശ വകുപ്പിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സമിതിയെ നിയമിക്കുക, മുനിസിപ്പൽ ജീവനക്കാരുടെ പെൻഷൻ ട്രഷറിയിൽ നിന്നും നൽകുക, VEOമാരുടെ പ്രൊമോഷൻ നടപ്പിലാക്കുക, സ്ഥലമാറ്റങ്ങളും പ്രൊമോഷനും K-സ്മാർട്ടിലെ HRMS വഴി നടപ്പിലാക്കുക, പ്രതികാര ബുദ്ധിയോടുകൂടിയുള്ള അച്ചടക്ക നടപടികൾ അവസാനിപ്പിക്കുക, പഞ്ചായത്തിൽ നിന്നും മറ്റിടങ്ങളിലേക്ക് സ്ഥലം മാറ്റുന്നവരെ താൽക്കാലിക ജീവനക്കാരാക്കുന്ന രീതി അവസാനിപ്പിക്കുക, സെക്രട്ടറി തസ്തികയിലെ നേരിട്ടുള്ള നിയമനം അവസാനിപ്പിക്കുക, ജോലിഭാരത്തിനനുസൃതമായി തീർപ്പാക്കലുകൾക്ക് സമയം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. നേരത്തെ ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് നഗരസഭ ശതാബ്ദി മന്ദിരത്തിന് മുന്നിൽ അവസാനിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഹരിദാസ് ഇറവങ്കര ഉദ്ഘാടനം ചെയ്തു. ഏകീകൃതമായിട്ടുള്ള ഒരു സംയോജനവും ചട്ടങ്ങളുടെ ഏകീകരണവും ചട്ടങ്ങൾ സ്വാഭാവികമായും ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് 5 വകുപ്പുകളുടെ വ്യത്യസ്തമായിട്ടുള്ള ചട്ടങ്ങൾ ഒരു തടസ്സമാകരുത് എന്ന് ഗവൺമെന്റ് ചിന്തിച്ചപ്പോഴാണ് 5 വകുപ്പുകളിലായി പണിയെടുത്തുകൊണ്ടിരുന്ന 30,000-ഓളം ജീവനക്കാർ ഇന്ന് സംസ്ഥാന സിവിൽ സർവീസിലെ ഏകീകൃത വകുപ്പാവുകയും സംസ്ഥാനത്തെ ഏറ്റവും വലിയ വകുപ്പായി തദ്ദേശ സ്വയംഭരണ സർവീസ് മാറ്റപ്പെടുകയും ചെയ്തു. കേൾക്കുമ്പോൾ വളരെ നയനമനോഹരം, മോഹന സുന്ദരം എന്നൊക്കെ നമുക്ക് തോന്നും. ഞാനിത് സൂചിപ്പിക്കാൻ കാരണം ജോയിന്റ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി VS സൂരജ് ധർണയ്ക്ക് സ്വാഗതം പറഞ്ഞു. P സുരേഷ്, M അനിൽകുമാർ, C സുരേഷ്, ധന്യ പൊന്നപ്പൻ, VI ജോയി, CR കിഷോർ കുമാർ, ജയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. VD അബു, ശ്രീകുമാർ, S ഷഹീർ, ശുഭ, സജി രാജൻ, രഘുലാൽ, പത്മകുമാർ, L സുനി, സീമ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കുന്ന സമീപനമാണ് കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാർ സ്വീകരിക്കുന്നതെന്ന് CIT ആലപ്പുഴ ജില്ലാ സെക്രട്ടറി P ഗാനകുമാർ അഭിപ്രായപ്പെട്ടു.
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സഹകാരികളും സഹകരണ ജീവനക്കാരുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മാർച്ചിന്റെയും പ്രതിഷേധ ധർണയുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ കണ്ണൻവർക്കി പാലത്തിന് സമീപം പാസ്പോർട്ട് ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കുന്ന സമീപനമാണ് കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാർ സ്വീകരിക്കുന്നതെന്ന് CITU ആലപ്പുഴ ജില്ലാ സെക്രട്ടറി P. ഗാനകുമാർ അഭിപ്രായപ്പെട്ടു. സഹകരണം സംസ്ഥാന വിഷയം, കേന്ദ്ര സർക്കാരിന്റെ കടന്നുകയറ്റം അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി സഹകാരികളും സഹകരണ ജീവനക്കാരുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിഷ്കർഷിക്കുന്ന കാര്യങ്ങളും അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങളും കൃത്യമായി ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മോഡി സർക്കാരിന്റെ ഒരു കാടത്തം നടന്ന നിലപാടാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനവും രാജ്യത്തെ സഹകരണ പ്രസ്ഥാനത്തെയും തകർക്കാൻ വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചില നീക്കങ്ങൾ നടത്തുന്നത്. അതിന്റെ ഭാഗമായി നമ്മുടെ ഭരണഘടനയുടെ 97-ാം വകുപ്പുമായി ബന്ധപ്പെട്ട ഭേദഗതി വന്നപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പരാമർശിക്കപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് പുഷ്പരാജ് ഇവിടെ വിശദീകരിച്ചു. ഞാൻ അതിലേക്ക് പോകുന്നില്ല. നമ്മുടെ സംസ്ഥാനത്തെ സഹകരണ പ്രസ്ഥാനം 125 വർഷക്കാലത്തെ പാരമ്പര്യമുള്ളതാണ്. ആലപ്പുഴ കണ്ണൻവർക്കി പാലത്തിന് സമീപം പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണയിൽ VS പുഷ്പരാജ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മനു ദിവാകരൻ സ്വാഗതം പറഞ്ഞു. R. രവീന്ദ്രൻ, KS ജയപ്രകാശ്, S. പ്രിയ, കുഞ്ഞുമോൻ, R. ബിജു, നവീൻ, PG ഗിരീഷ്, R. ശ്രീകുമാർ, അജി മാത്യു എന്നിവർ സംസാരിച്ചു. ഇതേ ആവശ്യം ഉന്നയിച്ച് രാജ്ഭവന്റെ മുന്നിലേക്കും മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിലെ കേന്ദ്ര സർക്കാർ ഓഫീസിന് മുന്നിലേക്കും നടത്തുന്ന പ്രതിഷേധ മാർച്ചിന്റെയും ധർണയുടെയും ഭാഗമായിട്ടാണ് ആലപ്പുഴ പാസ്പോർട്ട് ഓഫീസിലേക്കും മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലെൻസ്ഫെഡ് മുൻ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റുമായിരുന്ന TCB ദിനേശ് കുമാർ അനുസ്മരണം സംഘടിപ്പിച്ചു. ലെൻസ്ഫെഡ് ആലപ്പുഴ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. അവശ്യ സാധനങ്ങളുടെ വില വർധനവ് നിയന്ത്രിക്കുവാൻ സർക്കാർ വിപണിയിൽ ഇടപെട്ടില്ലെങ്കിൽ ഹോട്ടൽ വിഭവങ്ങളുടെ വില വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ പുതിയ ബ്ലഡ് സെന്ററിന്റെ പ്രവർത്തനത്തിന് തുടക്കമായി. H. സലാം MLA ബ്ലഡ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സമിതിയെ നിയോഗിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങളുമായി ജോയിന്റ് കൗൺസിലിന്റെയും LSG എംപ്ലോയീസ് ഫെഡറേഷൻ കേരള ടൗൺ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഹരിദാസ് റവങ്കര ധർണയുടെ ഉദ്ഘാടനം നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.